ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള ഇഷ്യൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം എവിടെ തുറന്നു നോക്കിയാലും അത് തന്നെയായിരിക്കും, മീഡിയ നോക്കിയാലും അത് തന്നെയായിരിക്കും, നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നതും അത് തന്നെയായിരിക്കും. ഹണി റോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പേര് പറയാതെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം പറഞ്ഞു. പിന്നീട് കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസ്, ആരാധകർ, അദ്ദേഹത്തിൻ്റെ പിന്തുടരുന്നവർ എന്ന് അവകാശപ്പെടുന്ന PR വർക്ക് ചെയ്യുന്ന സഹോദരന്മാർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ട് കളിച്ചു. 10-30 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് വ്യക്തമാക്കിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർക്കെതിരെ കേസും അല്ല, ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നു. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. അത് 2 ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. അപ്പൊ അതില് ഞങ്ങള് മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞോ? അല്ല, അതൊരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞുണ്ടായി. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ബോബി ചെമ്മണ്ണൂർ? അതായത് അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ? അല്ല, ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ്, സെയിൽസ്, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രയേ ഉള്ളൂ. നമ്മള് ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇട്ടു, പ്രമോഷനെ വിളിച്ചു വരുത്തി ആഭരണങ്ങൾ ഇട്ട് കൊടുത്ത് ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രമോഷനെ വിളിച്ചു വരുത്തുമ്പം ഇതൊക്കെ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അവിടെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ബോബിയുടെ മാനേജറാണെങ്കിൽ ഹണിയുടെ മാനേജറുമായിട്ട് സംസാരിക്കണം. അല്ലാതെ അവിടെ വന്നു കഴിയുമ്പോഴല്ല ഡാൻസും പരിപാടികളാണ്. മീഡിയാസുമായിട്ട് സംസാരിക്കുമ്പോൾ ഹണി പറയുന്നുണ്ട് ഈ കാര്യങ്ങളിൽ പലതും പല സന്ദർഭങ്ങളിലും പറയാതെയാണ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളവിടെ പെർമിഷൻ എടുക്കേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ തുടങ്ങിയല്ല, പല ആൾക്കാരോടും, ആണാണെങ്കിലും പെണ്ണാണോടും പുള്ളി അവിടെ ഈ ഡബിൾ മീനിങ് യൂസ് ചെയ്യും. പുള്ളി ഏത് തമാശയായിട്ടാണ് പുള്ളി ചിന്തിക്കുന്നതും ഈ തമാശയിൽ കൂടെ തൻ്റെ ഫെയിം മാർക്കറ്റ് ചെയ്ത് കയറിപ്പോകുമെന്നും തന്നെ 10 ആളുകൾ അറിയപ്പെടും എന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിലെറ്റില്ല ഒരു വലിയ വിഭാഗം ആൾക്കാർ പുള്ളിയെ ഫോളോ ചെയ്യുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെ ഇങ്ങനെയുള്ള കമൻസ് ടൈപ്പ് ചെയ്തിടാൻ ആഗ്രഹിക്കുന്ന, അല്ലെ ഇങ്ങനെയുള്ള രീതിയിൽ സ്ത്രീകളെ ആക്ഷേപിക്കാൻ തൽപരരായ ആൾക്കാർ, അവർക്ക് പുള്ളി ഒരു പ്രചോദനം ആയി, അല്ലെന്ന് പറയാൻ പറ്റില്ല. അവരെ ചിലപ്പം പുള്ളി ചിലപ്പോൾ അവരെ പറയുന്ന ബോബി ഫാൻസ്, അല്ലെ ബോബിയുടെ ആരാധകർ, അല്ലെ ബോബിയെ പിന്തുടരുന്നവർ, PR ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇവരൊക്കെ തന്നെയാണ് PR-ലും വർക്ക് ചെയ്യുന്നത്. സിനിമാക്കാർക്കിടയിലും PR ഉണ്ട്, രാഷ്ട്രീയക്കാർക്കിടയിലും PR ഉണ്ട്, മതത്തിന് വേണ്ടി തന്നെ ഈ PR-ലാത്ത മേഖല. PR നല്ലതാണ് പ്രൊമോഷൻ വർക്കിന്, പക്ഷേ മറ്റുള്ളവരെ തെറി പറയാനും മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടി അല്ല PR ചെയ്യണം. നല്ല കാര്യങ്ങൾക്ക് PR യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ചുമ്മാ ചെന്ന് നമുക്കെതിരെ ആരെങ്കിലും സംസാരിച്ച് അവനെ തെറി പറയാം. കൊച്ചു കുട്ടിയാണല്ലോ അവനെ തെറി പറയാ. തെറി എന്ന് പറഞ്ഞാൽ സാധാരണ തെറിയൊന്നും തന്നെയാ പറയാം. വിയോജിപ്പും അവര് കംഫർട്ടബിൾ അല്ലെന്നും ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഇന്നാണ് കൊടുത്തത്. ഇത് 4-5 ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് വെച്ചിട്ട് മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. കൊടുത്തു. അങ്ങേക്ക് ഇപ്പൊ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു. നമ്മളാരും അധികം അങ്ങ് കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഉണ്ട്. ഒരു ഹിന്ദി സീരിയലുണ്ട്. അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക്? പേരിപ്പോ ഓർമ്മയില്ല. ഞാൻ പക്ഷെ അവരെ ഓർമ്മയുണ്ട്, പേരോർമ്മയില്ല. പേരിപ്പോ ഓർമ്മയില്ല എനിക്ക് സീരിയലില്. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി. ഞാനിപ്പോ ഇവിടെ സഭ്യമായ ഭാഷയെ സംസാരിക്കുന്നു. സുഹൃത്തുക്കൾക്കിടെ ഞാൻ ഈ സഭ്യമായ ഭാഷയാണെന്നില്ല പറയുന്നത്. അതെന്റെ വളരെ പേഴ്സണൽ ഫ്രണ്ട്സിനാണ്. അതായത് പുതിയതായിട്ടൊരു സുഹൃത്തിനെ കാണും, അല്ലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അല്ലെ എൻ്റെ സഹപ്രവർത്തനമായിട്ട് വരുന്ന ഒരാളുടെ മുമ്പ് ഞാൻ ആ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാം. കാരണം നമ്മൾ ആ പറയുന്ന പദപ്രയോഗങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുന്ന സുഹൃത്തൂടെ ആയിരിക്കണം. നമ്മൾ എല്ലാവരോടും പറയാൻ പറ്റില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സുഹൃത്തായിരിക്കണം. കാരണം എല്ലാവരുടെയും മാനസിക നില ഒരുപോലെയാണെന്നില്ല. നമുക്കത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ചിലർക്ക് ഡിസ്കംഫോർട്ട് തോന്നും. അത് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസും നമുക്ക് വേണം. പിന്നെ സൊസൈറ്റിയിൽ എന്താ പറയേണ്ടെന്നുള്ളത് നമ്മൾ
വീഡിയോയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോഴും നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഫംഗ്ഷന് വന്നെന്ന് പറയുമ്പോഴും ചില മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാണുന്ന ജനതയുണ്ട്, അതിനകത്ത് യുവാക്കളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അവർ നമ്മളെ ഒരു മാതൃകയാക്കി എടുക്കുമ്പം അതൊരു ശരിയായ രീതിയല്ല. സിനിമയിൽ നമ്മൾ കഥാപാത്രമാകുന്ന പോലെയല്ല ജീവിതത്തിൽ നമ്മളിത് കാണിക്കും. സിനിമയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റാണ്, അതിലൊരു കഥാപാത്രമാണ് ഞാൻ, ആ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ ഞാൻ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റും. ജീവിതത്തിൽ നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഒരു ഫംഗ്ഷനിൽ വന്നിരിക്കുമ്പം നമ്മൾ കഥാപാത്രം നിന്നിട്ട് കാര്യമില്ല. നമ്മളെ വാച്ച് ചെയ്യുന്ന സമൂഹമുണ്ട്, അവരോട് നമുക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആസ് എ സോഷ്യൽ ബീയിങ് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പറയുന്ന കാര്യങ്ങളിൽ ഇതെല്ലാം റെക്കോർഡറാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശം എന്നിട്ട് കാര്യമില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ്. പണ്ടൊക്കെയാണെങ്കിൽ അങ്ങനെ തള്ളി പറയാമായിരുന്നു. നമുക്ക് അബദ്ധം പറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ പറയേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ മതി. നമ്മൾ പല കമൻസും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്, നിങ്ങളും പറയാറുണ്ട്. അത് നമുക്ക് അത്രയും കംഫോർട്ടബിൾ ആയിട്ടുള്ള കൂട്ടുകാർ, നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കൂട്ടുകാർക്കിടയിൽ. അല്ലാതെ നമ്മളല്ലാത്തവർ ഒരു അവർ വേറെ പരിചയപ്പെട്ട് അപ്പം തന്നെ അയാളോട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പോവില്ല. നമുക്കെല്ലാവരുടെ ഉള്ളിൽ ചെറിയ ഈ ഡബിൾ മീനിങ്ങളൊക്കെ എല്ലാവരുടെ ഉള്ളുകളിലുണ്ട്. നമ്മളെല്ലാവരും അത് നമ്മുടെ അങ്ങനെയുള്ള സ്പേസിലേ പറയുള്ളൂ. ഓരോ സ്പേസ് ഉണ്ട്, ഇത് പ്രസന്റ് ചെയ്യേണ്ട സ്പേസ്. ആ സ്പേസ് മനസ്സിലാക്കാൻ ബോബി ചെമ്മണ്ണൂർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയ പ്രശ്നം. അതായത് ഇനിയെല്ലാം മാറ്റട്ടെ എന്ന് അല്ല, താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറയാമായിരുന്നില്ലേ? അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് അങ്ങനെ മാപ്പ് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതിൽ. തീർച്ചയായിട്ടും അതിനെ സോറി പറയുന്നതുകൊണ്ട് എന്താണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. മാത്രമല്ല ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെ? ഇനി അത് നിർത്തി. തീർച്ചയായിട്ടും ഇല്ല. നമ്മളിപ്പോ അതേ സെൻസിൽ എടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ തമാശ പറയാറുണ്ട്. എത്രയോ പേരുടെ അടുത്ത് എത്രയോ നടന്മാരും നടിമാരൊക്കെ വന്നിട്ടുണ്ട്. നടന്മാരോടും നടിമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ താങ്കളുടെ ജുവലറിയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ആണോ ഈ ഹണി റോസിനെ വിളിച്ചത് താങ്കൾ? അതെ, ഇനാഗ്രേഷൻ ആണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്തൊന്നും ഹണി റോസ് അങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ലേ? ഈ കംഫർട്ട് അല്ല എന്ന് താങ്കളോട് നേരിട്ട് പറഞ്ഞിരുന്നില്ലേ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, മാനേജറുടെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ച് പറയണം എന്നൊക്കെ. പക്ഷെ എന്നിട്ടും താങ്കൾ ശ്രദ്ധിക്കാതെ പോയി എന്നതാണ് അവരുടെ ആക്ഷേപം. ഇല്ല, അതിനുശേഷം ഇനാഗ്രേഷന് പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിന്നീട് താങ്കൾ പറഞ്ഞിരുന്നു അതിനുശേഷം? എന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ട്, അതായത് ഈ സിനിമ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നവര്, ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ പോസ്റ്റിലൊക്കെ ഒരുപാട് പേര് ബോച്ചെ പറഞ്ഞതല്ലാതെ വളച്ചൊടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇപ്പൊ പലരും പറയുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന് പറയുകയും, അങ്ങനത്തെ ഇതില് പിന്നെ ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ മുഴുവൻ. കാരണം അതിൽ പീസ് മുറിച്ചിട്ടിട്ടാണ് പലരും ഇടുന്നത് ചില ഭാഗങ്ങള്. പക്ഷേ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹം അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല. പെട്ടെന്നൊരു കൈയടിയൊക്കെ കിട്ടുമെങ്കിലും സമൂഹ മാധ്യമത്തിൽ ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച 10 പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതങ്ങ് ശ്രദ്ധിക്കുമായിരിക്കും അല്ലെ? ഇനിയിപ്പോ എന്തായാലും അതെ ഇതിപ്പോ എന്താ പറയാ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് തമാശയായിട്ട് എടുക്കുന്നുണ്ട്. ആ സെൻസിൽ കുറെ പേര് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. രണ്ട് പക്ഷം. എന്തായാലും ഈ ഹണി റോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ താൻ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാവരുത് പൊതുവെ. അതിപ്പോ ഞാൻ അല്ലെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരാളെയും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല. അങ്ങനെയാണ്. ശരി ബോബി ചെമ്മണ്ണൂർ, താങ്ക് യു. എന്തായാലും നിയമപരമായി ഇനി നേരിടുക. കേസായ സ്ഥിതിക്ക് ഇനി ഈ മാപ്പ് കൊണ്ട് അവസാനിക്കുമെന്ന് അറിയില്ല. ബാക്കി ഹണി റോസാണ് തീരുമാനിക്കേണ്ടത്. സമൂഹത്തിൽ സംസാരിക്കാൻ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിയത്തില്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച്, കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ബോബിയെ തെളിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് തുടക്കമിട്ട് ഇപ്പം ബോബിക്ക് പറയാവുന്നെങ്കിൽ എനിക്കും പറഞ്ഞുകൂടെ. ഞാനും ബോബിയെ പോലെ നല്ല രസികനാണ്, ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് പറയാൻ എനിക്ക് അറിയാം. അപ്പോൾ ഒരു കമൻറ്റ് ഒരാളെ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ താഴോട്ട് വീണ്ടും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന വ്യക്തികളുടെയൊക്കെ വീട്ടിൽ അവരുടെ മക്കളോടോ ഭാര്യയോടൊക്കെ ചിലപ്പം ഈ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പം താൻ പോടുന്നുള്ള രീതിയിൽ പറയും.
അതാണ് ഇപ്പം ഹണി ഇടുന്ന വസ്ത്രം എന്ന് പറയുമ്പോൾ അത് അവരുടെ കംഫോർട്ട്. പിന്നെ ഈ വീഡിയോസ് പകർത്തുന്ന ഓൺലൈൻ മീഡിയാസ് അവരെ എല്ലാവരും ഇതൊന്ന് സ്കിപ്പാക്കി വിടുന്നുണ്ട്. കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിലുള്ള വീഡിയോസ് എടുത്ത് പാട്ടൊക്കെ ചേർത്ത് അതിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ ഇട്ട് അവർ ഇടുന്നതാണ്. ഇത് കണ്ടു കഴിയുമ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ അല്ലെ ഫാൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന PR വർക്കൂടെ കൂട്ടിയുള്ള സഹോദരന്മാർ ഇതിനകത്ത് കയറി കമന്റ് അടിക്കുന്നുണ്ട്. കാരണം അവർക്കിത് ഹണി റോസിനെ വസ്ത്രരീതി പഠിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല പ്രധാനമായിട്ടും. ഇവർക്കിതൊരു പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ട്. അപ്പോൾ ഒരാൾ കമന്റ് ഇടുന്നു, അതിന്റെ അടുത്ത് അതേ മാനസികാവസ്ഥയുള്ള ആൾക്കാർ വീണ്ടും 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 കമന്റ് ഇട്ട് പോകുന്നു. പിന്നെ ഇവർക്കെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വേറൊരു കമന്റ് വരുന്നു. ഇവർ കമന്റ് ഇടുമ്പം ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യാൻ പ്രേരിതനായ ആൾക്കാരുണ്ട്. ഇവർ പറയാം ഇതിനേക്കാളും നല്ലൊരു കമന്റ് എനിക്കിടാൻ മേലെ എന്ന് ചിന്തിക്കുന്നവയാണ്. ഇതൊരു മാനസിക പ്രശ്നമായി മാറിയിരിക്കുക. കൂടുതൽ യുവാക്കളാണെന്നില്ല, ഇതിനകത്ത് യുവാക്കളും മധ്യവയസ്കരും ഒക്കെ വരുന്നുണ്ട്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇവരെവിടെയാണ്, എന്താണ്? കാരണം നമ്മളെ ഇവിടെ സോഷ്യൽ മീഡിയ നമുക്ക് ഫ്രീ പ്ലാറ്റ്ഫോം പോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചിലർക്കൊക്കെ 3-4 ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും തപ്പി പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ ഹണി പോലെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു നടിയായിട്ട്, ഒരു ആക്ട്രസ്സായിട്ട് നിൽക്കുന്ന, മോഡലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ ഹണി നല്ല പ്ലാൻ ചെയ്തുള്ളൊരു കളിയാണ് ഇവിടെ കളിച്ചത്. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുയായികൾ, പുള്ളിയുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന PR വർക്കർ വന്ന് കലാപം എവിടെ തുടങ്ങുമെന്ന് ഹണിക്ക് നല്ലോണം അറിയാമെന്ന് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ ആദ്യം കേസ് കൊടുത്തു. അല്ല ഇപ്പം ഹണി നേരിട്ട് വന്ന് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുക്കണം നിർബന്ധമില്ല. ഹണി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മീഡിയയിൽ ചർച്ചാ വിഷയം വന്നു. അതിനുശേഷം പിന്നെ അതിൻ്റെ അങ്ങോട്ട് കമന്റിൽ വന്നവന്മാർക്കെതിരെയുള്ള കേസ് വന്നു, ഒരാൾ അറസ്റ്റോടെ ആയപ്പോൾ അതും വീഡിയോയിൽ വന്നു. പിന്നെ പോലീസിനടുത്തിട്ട് ഇന്ന് കൊണ്ട് ബോബി ചെമ്മണ്ണൂർക്കെതിരെ നേരിട്ട് കേസുകൂടെ ഫയൽ ചെയ്തപ്പം പോലീസ് വിട്ടു. കാരണം എല്ലാവരും ഒന്നും ഇത് ഇഷ്ടപ്പെടുന്നവരല്ല. കാലഘട്ടം മാറി. ഇപ്പോഴും ഈ പഴയ മാനസികാവസ്ഥയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാത്ത 24-ന് കൊടുത്ത കോളിൻ്റെ അകത്ത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിൻ്റെ അകത്ത് പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് ഒഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പുള്ളി ക്ഷമ പറയാൻ തയ്യാറാണ് എന്നാണ്. കേസിന് പോയി ഇനി ഹണിയാണ് തീരുമാനിക്കേണ്ടത്. T-Act വരെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു പോരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് എങ്ങനെ നടത്തി പോകുന്നു എന്ന പോലെ ഇരിക്കും. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഹണി റോസിനെതിരെ ഒരിടയ്ക്ക് സ്ത്രീകൾ കണ്ടമാനം വിമർശിക്കുന്നു. യൂട്യൂബ് ചാനലുകളിലൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പല യൂട്യൂബ് ഷോർട്സിലൊക്കെ അങ്ങനെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറയാം, വസ്ത്രം ധരിക്കുക എന്നുള്ള അത്ര ഇഷ്ടമാണ്. ഏകദേശം ഇന്ത്യയിൽ ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്ന വസ്ത്രം ധരിക്കണ്ട എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെയും വസ്ത്രം ഇടിയിക്കാൻ, ഏത് വസ്ത്രം ധരിപ്പിക്കണം എന്നുള്ള പഠിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല എന്ന് നമ്മൾ ഓരോ പൗരനും മനസ്സിലാക്കുക. കൊണ്ടുകൊടുക്കണോ ഷർട്ട് എടുക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നവരെ, പുരുഷൻ ആഗ്രഹിക്കുന്നവരെ തന്നെയാണ് സ്ത്രീക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള സദാചാര പോലീസ് കളിക്കാൻ വരുന്നവർ അവർ സ്വയം ചിന്തിച്ചു നോക്കുക, താൻ ചെയ്യുന്ന ശരിയാണോ അല്ലയോ എന്നുള്ളത്. തൻ്റെ വീട്ടിൽ ചെന്ന് മക്കളോടെ ഭാര്യയോടെ പറഞ്ഞാൽ അവരുടെ നിന്ന് എന്താ കിട്ടാൻ പോകുന്നുള്ളത്, ആ ഫ്രസ്ട്രേഷൻ മറ്റുള്ളവരിലോട്ട് തീർക്കാൻ പോകുമ്പോൾ ഇപ്പം 10-30 പേര് കേസെടുത്തില്ല, അതുപോലെ കേസ് വരും. കേസിൽ നിന്ന് പോരും. ജീവകാലം വഴി അകത്ത് പോകുന്ന കേസൊന്നും അല്ലല്ലോ, ഒരു കുതിപ്പരും. പക്ഷേ നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്തോട്ട് പോകുന്നത് നിങ്ങൾ ഈ തരക്കാരനാണെന്ന് നാട്ടുകാരെ അറിഞ്ഞാൽ. അതുകൊണ്ട് ഇനി ഈ സിനിമാക്കാർക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നതും മതത്തിന് വേണ്ടി PR വർക്ക് ചെയ്യുന്നവരും സഭ്യമായ ഭാഷ ഉപയോഗിക്കുക. വഴിയെ പോകുന്നവരെല്ലാം തെറി പറഞ്ഞുകൊണ്ടല്ല PR വർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.